നിക്കോപാസിന്റെ സ്പാനിഷ് അർജന്റീനിയൻ ഇരട്ട പൗരത്വത്തിൽ പ്രതീക്ഷയർപ്പിച്ചത് സ്പെയിനായിരുന്നു. അദ്ദേഹം അർജന്റീനയേക്കാൾ സ്പെയിനെ തിരഞ്ഞെടുക്കുമെന്നവർ പ്രതീക്ഷിച്ചു. പിതാവിന്റെ വഴിയായിരുന്നു പക്ഷേ അയാൾക്ക് വലുത്. റയൽ മഡ്രിഡിന്റെ അക്കാദമിയിൽ കളിച്ചു വളർന്ന താരം റയലിന്റെ സീനിയർ ടീമിനായി കളിക്കുകയും 2023 ചാമ്പ്യൻസ് ലീഗിൽ നാപ്പോളിക്കെതിരെ ഗോൾ നേടുകയും ചെയ്തിട്ടുണ്ട്. താരധാരാളിത്തം കൊണ്ട് റയലിൽ അവസരങ്ങൾ നഷ്ടമായതോടെയാണ് ഇറ്റലിയിലേക്ക് പറക്കാൻ നിക്കോപാസ് തീരുമാനിച്ചത്. 2024 ഓഗസ്റ്റിൽ ഇറ്റാലിയൻ സീരിയ ക്ലബ്ബായ കോമോയിലേക്ക് അദ്ദേഹം മാറി. നിക്കോയുടെ കരിയറിലെ ധീരമായ ചുവടുവെപ്പായിരുന്നു അത്. അവിടെ സെസ്ക് ഫാബ്രിഗാസ് നിക്കോപാസിനെ ലോകോത്തര നിലവാരത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തി. 2024 ഒക്ടോബറിൽ ബൊളീവിയക്കെതിരെയുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലാണ് അർജന്റീനയുടെ സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിച്ചത്. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ഗോളിന് അസിസ്റ്റ് നൽകി അന്ന് നിക്കോപാസ് ശ്രദ്ധേയനായി. ഒരുപക്ഷെ 2006 ലോകകപ്പിൽ ക്രെസ്പോക്ക് അസിസ്റ്റ് നൽകിയ മെസ്സിയായിരിക്കും അർജന്റീനക്കാർ അന്ന് ഓർമ്മിച്ചെടുത്തത്. ഒരു പ്രമുഖ ഫുട്ബോൾ താരത്തിന്റെ മകനായി ജനിച്ചതുകൊണ്ട് നിക്കോപാസിന്റെ ഫുട്ബോൾ യാത്ര എളുപ്പമായിരുന്നു എന്ന് ചിന്തിക്കുന്നെങ്കിൽ തെറ്റി. സ്റ്റാർക്കിഡ് ലേബലിന്റെ സമ്മർദ്ദവും കഠിനമായ മത്സരങ്ങളും കൗമാരപ്രായത്തിലെ നാടുമാറ്റവുമെല്ലാം ജീവിതത്തിൽ കഠിനമായി. ഒരു മുൻ ലോകകപ്പ് താരത്തിന്റെ മകൻ എന്ന ലേബൽ മാറ്റി സ്വന്തം കളിശൈലിയിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി സ്വയം അടയാളപ്പെടുത്തി. റയൽ മഡ്രിഡ് അക്കാദമിയിലെ കടുത്ത മത്സര അന്തരീക്ഷം അദ്ദേഹത്തിന്റെ വളർച്ചയെ പാകപ്പെടുത്തി. തുടക്കകാലത്ത് വിങ്ങറായി കളിച്ചിരുന്ന നിക്കോപാസ് കളിക്കളത്തിൽ ദീർഘകാലത്തേക്ക് നിലനിൽക്കേണ്ടതിനാൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി സ്വയം രൂപാന്തരപ്പെടുത്തി. പലപ്പോഴും പരിക്ക് വില്ലനായെങ്കിലും നിക്കോപാസിന്റെ കംബാക്ക് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ദേശീയ ടീമിനു വേണ്ടി ആകെ കളിച്ചത് 8 മത്സരങ്ങൾ, നേടിയത് 1 ഗോളും. മൗറിത്താനിയക്കെതിരെയായിരുന്നു ഏക ഗോൾ നേട്ടം. റയലിനൊപ്പം ലാലിഗയും ചാമ്പ്യൻസ് ലീഗും സ്പാനിഷ് സൂപ്പർ കപ്പും ഉയർത്തിയിട്ടുണ്ട് നിക്കോപാസ് എന്ന വരാനിരിക്കുന്ന വിസ്മയം. നിക്കോപാസ് മൈതാനത്തെ സാഹചര്യം മനസ്സിലാക്കി കളിക്കുന്ന താരമാണ്. അവിശ്വസനീയമാണ് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ. ലയണൽ മെസ്സിയുടെ ഈ വാക്കുകളിലാണ് പ്രതീക്ഷ. കാത്തിരിക്കാം നമുക്ക് അർജന്റീൻ ഫുട്ബോളിലെ മറ്റൊരു മിശിഹായുടെ പിറവിക്കു വേണ്ടി.